ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അന്നേരം എല്ലാവർക്കും നമുക്ക് റംളാൻ കരീം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും സിമ്പിളായിട്ട് ഇന്നലെ ബീഫൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കറിയൊക്കെ ഇരിപ്പുണ്ട്. എങ്കിൽ ഇന്ന് ഇച്ചിരി സാമ്പാറും വെച്ച്, പിന്നെ ഇച്ചിരി ഇഡ്ഡലിയും ഇഡ്ഡലിയോ അപ്പോൾ ദോശ എന്താണെങ്കിലും എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചിലപ്പോൾ അപ്പോൾ ആയിരിക്കും ചുടുന്നത്. അത് മാവ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചുടാനും എളുപ്പമാണ് ഇതിനകത്ത് കേട്ടോ, ഇഡ്ഡലി എളുപ്പമാണ്. അന്നേരം അതിലേതെങ്കിലും ഒന്ന് ആക്കാമെന്ന് വിചാരിച്ച് സമയം പോലെ. പിന്നെ ഇച്ചിരി കഞ്ഞി ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി ഈ പയർ തോരനൂടെ വെക്കണമെന്ന് വിചാരിച്ചു. അന്നേരം ഇന്നത്തെ വീഡിയോ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായിട്ട് നമ്മൾ പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. പരിപ്പെടുത്ത് വേവിക്കാൻ അടുപ്പിലോട്ട് വെക്കട്ടെ. ഇത് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാവരും സാധാ വയ്ക്കുന്ന കണക്കൊക്കെ തന്നെ സാമ്പാർ പെട്ടെന്നൊരു സാമ്പാർ വയ്ക്കാം എന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ കഴിക്കണ്ടേ, ഇറച്ചി കഴിക്കുന്നത് മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പയർ തോരനിടാണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല നോയമ്പിനൊന്നും. നമ്മൾ നോയമ്പിന് നമ്മുടെ സാധാ ആഹാരങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ബിരിയാണി അങ്ങനെയൊന്നും വെച്ചാൽ നമ്മൾ കഴിക്കത്ത് പോലും ഇല്ല. ഇന്നലെ തന്നെ ആ കഞ്ഞി അത്രയും വെച്ചിട്ട് പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ നോമ്പിൻ്റെ ആ ഒരിതങ്ങ് മാറും. വെള്ളമാണല്ലോ നമുക്ക് ആവശ്യം. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരിതങ്ങ് മാറും. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടൊക്കെ ഉള്ളതൊക്കെ മതി. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ, എനിക്ക് മാത്രമല്ല. അങ്ങനെ പയർ തോരനൊക്കെ റെഡി ആവട്ടെ. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും മത്തങ്ങായൂടെ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ എടുക്കാം കേട്ടോ. ഇതാണ് ജ്യൂസ് അടിക്കുന്നത്. അതിൻ്റെ കൂടെ ഷമാമുണ്ട്, അതുകൂടെ ചേർക്കാൻ നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ജ്യൂസിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് 2 വിസിലടുപ്പിക്കണം കേട്ടോ. വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ച് ജ്യൂസൊക്കെ അടിക്കാം. ഇനി നമുക്ക് സാമ്പാറല്ലേ, അപ്പോഴും ഞാൻ വിചാരിച്ച എന്തായാലും നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കേട്ടോ. തട്ടിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ തടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കതിൽ ഇച്ചിരി ഇഡ്ഡലി കോരി ഒഴിക്കാം. ഇഡ്ഡലിക്ക് കോരി ഒഴിക്കാം മാവ്. പറയുന്നതെല്ലാം തിരിഞ്ഞു പോകുന്നു കേട്ടോ. നോമ്പൊക്കെ അല്ലേ, നമ്മൾ ജോലിയും ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഒറ്റയ്ക്കല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എല്ലാ വീഡിയോയിലും ഞാനിത് പറയും. പിന്നെ സ്റ്റാൻഡുണ്ട്, അത് വെച്ചിട്ട് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇഡ്ഡലിക്ക് ഞാൻ മാവൊക്കെ കോരി ഒഴിച്ചു. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി നമുക്ക് മാവ് ഇച്ചിരി ഇതായി കേട്ടോ. ഇച്ചിരി ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, അത് സാരമില്ല കേട്ടോ. ഇപ്പോഴെങ്ങനെ ഇഡ്ഡലിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിതൊക്കെയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഇഡ്ഡലി, സാമ്പാർ, അല്ല ദോശ, അപ്പം, ഇതൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഒരട്ടി ഇറച്ചി അതൊക്കെ ഉണ്ടാക്കും, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും. എന്നാലും കൂടുതൽ നമുക്ക് കഴിക്കാൻ സുഖം തോന്നുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ചതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് കുടിച്ച് നോക്കണേ എല്ലാവരും. ഇങ്ങനെ നമ്മുടെ ക്യാരറ്റും മത്തങ്ങായും എല്ലാം കൂടെ വെച്ച് അടിച്ച ജ്യൂസാണ് കേട്ടോ. ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ക്യാരറ്റും മത്തങ്ങയും വേവിച്ച് അതിനകത്ത് ഷമാമ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ ഒരു ഏത്തക്കായ കൂടെ ഞാൻ ചേർത്തു. അത് ഇത്രയും ചേർത്ത് അടിച്ചതാണ്. ഇത് എന്നും കടയിൽ നിന്നാണ് പരിപ്പ് മേടിക്കുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല. അന്നേരം ഇന്ന് കുറേ പഴം ഇരുന്നത് അങ്ങ് പഴുത്ത് പോകുന്നുണ്ട് കേട്ടോ, പന്നലാവും പോവും. അപ്പോഴും ഞാൻ വിചാരിച്ച് അത് നമുക്ക് പൊരിക്കാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് പരിപ്പ് മേടിക്കണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് ഏത്തയ്ക്കപ്പം പൊരിക്കുകയാണ് കേട്ടോ. അത് തന്നെയല്ല, എല്ലാവരും പഴംപൊരിയും ബീഫും ഒരു കോമ്പിനേഷൻ നല്ലതാണെന്ന് പറയാറുണ്ടല്ലോ. അന്നേരം ഇന്നലത്തെ ബീഫ് കറി ഇരിപ്പുണ്ട്, അതുകൂടെ ഒന്ന് വഴറ്റിയിട്ട് ഏത്തയ്ക്ക പൊരിച്ചതുകൂടെ കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മുടെ നോമ്പ് തുറയ്ക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തങ്ങ, പഴം, ആപ്പിള്, ഈത്തപ്പഴം, 2 ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, പിന്നെ ഓറഞ്ച്. ഇതിത്രയാണ് ഫ്രൂട്ട്സായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ 2 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, മുന്തിരി ജ്യൂസും പിന്നെ ക്യാരറ്റും മത്തങ്ങായൂടെ വേവിച്ച് ജ്യൂസ് അടിച്ചത് കേട്ടോ. അതാണിത്. അങ്ങനെ ഇത് രണ്ടും ജ്യൂസായിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്കാപ്പം പൊരിച്ചായിരുന്നല്ലോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് കാപ്പിക്ക് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ നല്ല രസമുണ്ടെന്ന് തോന്നുന്നു, കൂട്ടി നോക്കിയിട്ടില്ലല്ലോ, നോമ്പ് മുറിച്ചിട്ട് വേണം അറിയാൻ. മല്ലിയിലയൊക്കെ ഇട്ട് വെച്ചതാണ്, നല്ല കണ്ടിട്ട് നല്ലപോലെ തോന്നുന്നുണ്ട്. ഇനി ഇത് രണ്ടുമാണ് ഇന്നത്തെ കാപ്പി കേട്ടോ. അത് ഇന്നലെ വെച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുടിക്കാൻ നേരം എടുത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പച്ചപ്പയർ, നീളം പയർ, അത് തോരനും വെച്ചു. പിന്നെ നമ്മുടെ പഴംപൊരിയുടെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ച് ബീഫ് ഫ്രൈയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, തോന്നിയ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇത്രയാണ് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക്. അത് തന്നെയല്ല, നമുക്ക് നോമ്പ് മുറിച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പം നമുക്ക് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥ അതാണ് കേട്ടോ, ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തേയില്ല. ഇതിൽ നിന്ന് 2 ഇഡ്ഡലി കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. അല്ലെങ്കിൽ 2 വാഴയ്ക്കപ്പോൾ ഈ ബീഫ് ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കഴിക്കണം. അത് കഴിഞ്ഞ് ചോറൊന്നും വേറെ വെച്ചിട്ടില്ല, ചോറൊന്നും അങ്ങനെ വെപ്പില്ല ഇവിടെ. പിന്നെ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചായ എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. നോമ്പ് മുറിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചായ കുടിക്കണം. ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സാധനങ്ങൾ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ വാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല ഒന്നിനും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അതൊന്നും കഴിക്കാൻ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമസ്കരിച്ച് ഓതിയൊക്കെ വരുമ്പോഴത്തേക്കിന് കുറച്ച് സമയമാവും, പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പോഴും ശരി കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എല്ലാവരും ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു. ആകെപ്പാട് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ, ജോലിയല്ലായിരുന്നോ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ കേട്ടോ. ഇപ്പോഴെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.